ആട് ത്രീയുടെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പോസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാനും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് നോട്ടീസ് ചെയ്തത്. സിനിമയുടെ ഒരു മെയിൻ ക്യാരക്ടറായ ധർമ്മചന്ദ്രൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു ഇതൊരു ടൈം ട്രാവൽ സിനിമയാണെന്ന്. പക്ഷെ അത് പലരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ ഈ ഒരു പോസ്റ്റർ കണ്ടോ? ഇത് ഏയോ കാര്യങ്ങളൊന്നും അല്ല, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കിടക്കുന്ന ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്ററിൽ തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇതിനെപ്പറ്റി ആരും ഇതുവരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്കുക. നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കൊന്നും നിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണ്ട എന്ന് പറയുന്നവരോടല്ല, എനിക്ക് കുറച്ച് ജെന്യൂൻ ഓഡിയൻസ് ഉണ്ട്, അവരോടാണ് ഇത് പറഞ്ഞത്. ഇപ്പോഴും ആണെന്ന് വിചാരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതും പിന്നെ എന്റെ കാഴ്ചപ്പാടും വെച്ചിട്ടാണ്. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക, അല്ലാതെ പകുതിക്ക് വെച്ച് കണ്ടിട്ട് ഓരോന്ന് പറയാൻ നിൽക്കരുത്. മതി, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആടിന്റെ 2 പാർട്ട് വെച്ച് വരായിരിക്കുന്ന ആടുത്തിയുടെ സ്റ്റോറി ലൈനപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ആടിന്റെ സീരീസിന്റെ ഒരു പാറ്റേൺ നോക്കാം. 1 or 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന നൂലാമാലകളാണ് ഈ 2 സിനിമയിലും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ആ വടം വലിച്ച് ആടിനെ കിട്ടുന്നു, അത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആടിന്റെ പുറമെ ആ നീലക്കൊടുവേലിയും. ഈ 2 കാര്യങ്ങൾ വെച്ചാണ് എല്ലാ ക്യാരക്ടേഴ്സും ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നത്. ഇതേ പ്ലോട്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ടിൽ ഇവർ പിടിച്ചേക്കുന്നത്. വടം വലി ജയിച്ചിട്ട് ഒരു ഗോൾഡൻ കപ്പ് കിട്ടുന്നു, അതിന്റെ പ്രശ്നങ്ങളും. അതിന് പുറമെ ഫസ്റ്റ് പാർട്ടി ആ നീലക്കൊടുവേലി കൊണ്ടുവന്നത് പോലെ ഇതിനകത്ത് കമ്മട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല സിനിമ സെയിം പാർട്ടികളാണ് പോണത്. പക്ഷേ ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ പാപ്പനും പിള്ളേർക്കും വടം വലിച്ച് കിട്ടിയ ആ ആടും ആ സിനിമ മൊത്തം കൊണ്ടുപോയി നീലക്കൊടുവേലി ആ ആട് കഴിച്ചതുകൊണ്ട് ആ നീലക്കൊടുവേലിയും പാപ്പന്റെ കയ്യിലാണെന്ന് വേണേ പറയാൻ പുള്ളിയുടെ കൈ തന്നെയാണ്. ആ നീലക്കൊടുവേലി കയ്യിലുള്ള ആൾക്ക് ഭാഗ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് സിനിമയിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചേക്കണേ. ഈ ആടിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ആ ആടും നീലക്കൊടുവേലിയും പാപ്പന്റെ കയ്യിലുണ്ട്. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ നേരെ തിരിച്ചാണ്. സെക്കൻഡ് പാർട്ടിന്റെ ക്ലൈമാക്സിൽ പാപ്പന്റെയും പിള്ളേരുടെ കയ്യിൽ അവർ നേടിയ കപ്പും പിന്നെ അതിനകത്ത് മെയിൻ കാരണമായ കമ്മട്ടവും അവർ ഗവൺമെന്റിന് കൊടുക്കുകയാണെന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ അവരുടെ കയ്യിൽ 2 ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ 2 പാർട്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്തോ നോക്കിയാൽ നമ്മുടെ ഡ്യൂഡിന്റെയും ടീമിന്റെ കാര്യമാണ്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ നീലക്കടുവിൽ അന്വേഷിച്ച് പോയിട്ട് അത് അവസാനം പാപ്പന്റെ കയ്യിലെത്തും. സെക്കൻഡ് പാർട്ടിൽ സെയിം തന്നെ കമ്മട്ട അന്വേഷണം നടന്നിട്ട് അവസാനം അത് പാപ്പന്റെ കയ്യിലെത്തും, പിന്നെ അത് ഗവൺമെന്റ് കയ്യിലും പോകും. ഡ്യൂഡിനൊക്കെ സാധനം കിട്ടും, പക്ഷെ കിട്ടില്ല. ഇതേ അവസ്ഥ തന്നെയായിരിക്കും തേർഡ് പാർട്ടിലും അവർക്ക് വരാൻ പോകുന്നത്. ഇതൊക്കെ നീ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ സിനിമ കണ്ടതാണെന്നൊന്നും പറയണ്ട. ഈ ഒരു പ്ലോട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് തേർഡ് പാർട്ടിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരൊറ്റ ജനറിൽ പോകുന്ന സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ലോകയുടെ റെക്കോർഡ് തകർത്തിട്ട് നീലിയ പാപ്പൻ തളച്ചിരിക്കും. ഈ സിനിമ ടൈം ട്രാവൽ ആണോ അല്ലയോ നമുക്ക് നോക്കാം. ഈ സിനിമയിലെ പല നടന്മാരും പറയാതെ പറഞ്ഞൊരു കാര്യമാണ്. സിനിമയുടെ മെയിൻ ക്യാരക്ടറായ ധർമ്മചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൺഫേം ആയിട്ടും ടൈം ട്രാവൽ സിനിമയാണെന്ന്. അതിന്റെ കൂടെ തന്നെ ആടിന് ഒരു 4th പാർട്ട് ഉണ്ടെന്ന് പുള്ളി കൺഫേം ചെയ്ത കാര്യമാണ്. പക്ഷേ ആട് 3 സക്സസ് ആവണമെന്ന് മാത്രം. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ വിജയബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് ആട് 2 എവിടെയാണോ നിർത്തിയത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ആട് 3. ആട് 2 എവിടെ കൊണ്ട് നിർത്തി അവരുടെ കയ്യിൽ ആ ഡോളർ ഇരിക്കുന്നതാണ്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് നോക്കുമ്പോൾ ആ ഡോളർ തൊട്ടായിരിക്കും കണ്ടിന്യൂഷൻ. ഞാൻ എന്റെ ഒരു അസംഷൻ പറയണേ, ആ ഡോളറിനൊക്കെ കഥ പോകുന്നത് മിക്കവാറും ഇവരിലൂടെയൊക്കെ ആയിരിക്കാം. പിന്നെ പ്രൊഡ്യൂസറായ വിജയബാബുവിനോട് സിനിമ ടൈം ട്രാവൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ ടൈം ട്രാവൽ ആണോ അല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇത് പല ടൈം ലൈനിൽ നടക്കുന്ന ഒരു കഥയാണെന്നാണ്. ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടയില്ലേ രാജാക്കന്മാരുടെ ഒക്കെ കാലത്ത് ഒരു ടച്ച് കൊടുത്തേക്കുന്നത്. ഈ വിജയബാബു എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പണ്ട് രാജാക്കന്മാർ ജീവിച്ച സമയത്ത് അവർക്ക് പകരമായിട്ട് ഇവരായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നടന്നത് അതായിരിക്കും പാസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു ടൈം ലൈൻ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും പുള്ളി ഓൾറെഡി കൺഫേം ചെയ്ത കാര്യമാണ്. ഈ പ്രസന്റിൽ അവരെങ്ങനെയായിരുന്നു അത് തന്നെ ആയിരിക്കും അവർ പാസ്റ്റിലും കാണിച്ചേക്കുന്നത്. ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്ലോട്ടിൽ തന്നെ ആയിരിക്കും ഈ സിനിമ മുഴുവനും പോകുന്നത്. പാപ്പനും പിള്ളേരും അറിയാതെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവരിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് അവരറിയാതെ അവരിലൂടെ തന്നെ പ്രശ്നം സോൾവ് ആവുന്നു. മേ ബി ഇത് തന്നെ ആയിരിക്കും ആ സിനിമയുടെയും പ്ലോട്ട്. ഇത് തന്നെയാണ് ഇവർ ഈ പോസ്റ്ററിലും കൊടുത്തേക്കുന്നത്. ഇവരെങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തിലോട്ടും ഫ്യൂച്ചറിലേക്ക് എത്തിയെന്ന് ടീസർ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടതിന് ശേഷം അത് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പോസ്റ്റർ മെൻഷൻ ചെയ്തേക്കുന്നത് ആ പാസ്റ്റിൽ ട്രാപ്പായി കിടക്കുന്നതും ഫ്യൂച്ചറിന് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും പ്ലോട്ടും. പാപ്പനും പിള്ളേരും കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന് പാപ്പനും പിള്ളേരും മറ്റുള്ളവരും ഉൾപ്പെടെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആയിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? സെന്ററിൽ നിൽക്കുന്ന പാപ്പനെയും പിള്ളേരും നോർമലായിട്ട് നിൽക്കുന്നതും പിന്നെ താഴെ കാണിച്ച ആ പോസ്റ്ററിൽ അവരിട്ട് വട്ടം കറങ്ങുന്നതായിട്ടും പിന്നെ ഏറ്റവും മേളിൽ കാണിച്ചതിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നല്ല പുറത്തു വരുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇത് തന്നെയല്ലേ ആട് 1 ഉം 2 ഉം. ഈ ഒരു ടൈം ലൈനിൽ തന്നെ പോകുന്നെങ്കിൽ ഈ പോസ്റ്ററിലും കൊടുത്തേക്കുന്നത് പോലെ ആണെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം പ്രസന്റ് കാണിച്ചിട്ട് പിന്നെ രാജകീയമായ കാലത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോയിട്ട് പിന്നെ പ്രസന്റിലേക്ക് തിരിച്ചു വരുന്ന അറിയാൻ കഥയുടെ പ്ലോട്ട്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നേ. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്ലോട്ട് മനസ്സിലായല്ലോ. എനിക്ക് എത്ര അറിഞ്ഞത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലറോ ടീസറോ വരുമ്പോൾ നമ്മൾ ഇതിൽ നന്നായിട്ട് ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ലോകയുടെ റെക്കോർഡ് തകർത്തിട്ട് പാപ്പൻ നീലിയെ തളച്ചിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആടിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോലാണ് സിനിമ പോകുന്നതെങ്കിൽ കൺഫേം ആയിട്ട് ഇൻഡസ്ട്രിയിട്ട് തൂക്കിയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.